തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള തന്റെ ആദ്യ ഔദ്യോഗിക ഡൽഹി സന്ദർശനത്തിൽ കോൺഗ്രസ് ദേശീയ നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുമായി വിജയ് കൂടിക്കാഴ്ച നടത്താതെ തമിഴ്നാട്ടിലേക്ക് മടങ്ങിയത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. വ്യാഴാഴ്ച രാവിലെ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുമായി വിജയ് ചർച്ച നടത്തുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരങ്ങൾ. ഇതിന്റെ ഭാഗമായി സോണിയാഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ വിജയും രാഹുൽ ഗാന്ധിയും കൈകോർത്ത് നിൽക്കുന്ന നിരവധി ഫ്ലെക്സ് ബോർഡുകളും കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ചിരുന്നു. എന്നാൽ വ്യാഴാഴ്ച രാവിലെ കോൺഗ്രസ് നേതാക്കളെ കാണാൻ നിൽക്കാതെ വിജയ് നേരെ വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു. തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് സർക്കാർ രൂപീകരിച്ചതെങ്കിലും ദേശീയ തലത്തിൽ പൂർണ്ണമായി കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായി അറിയപ്പെടാൻ തമിഴക വെട്രി കഴകം അധ്യക്ഷൻ കൂടിയായ വിജയ് ആഗ്രഹിക്കുന്നില്ലെന്നാണ് പാർട്ടിയോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി സ്റ്റാലിനെ പോലെ കേന്ദ്ര സർക്കാരുമായി നേരിട്ടുടക്കി വികസന പദ്ധതികൾക്കുള്ള ഫണ്ടുകൾ നഷ്ടപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന കൃത്യമായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് വിജയിന്റെ ഈ പിൻവാങ്ങലെന്നും വിലയിരുത്തലുണ്ട്. എന്നാൽ വിജയ് കോൺഗ്രസ് നേതാക്കളെ കാണാതെ മടങ്ങിയതിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും അടുത്തയാഴ്ച അദ്ദേഹം വീണ്ടും ഡൽഹിയിലെത്തുമ്പോൾ സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും കോൺഗ്രസ് MP ക്രിസ്റ്റഫർ തിലക് വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയുമായി ഇത്തവണ ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ ഒന്നും നിശ്ചയിച്ചിരുന്നില്ല എന്നാണ് തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെയും വിശദീകരണം. അതേസമയം മുഖ്യമന്ത്രിയായ ശേഷമുള്ള ഡൽഹി സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നിർണായക കൂടിക്കാഴ്ച നടത്തിയ ജോസഫ് വിജയ് സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യങ്ങളും വിവിധ വികസന പദ്ധതികൾക്കുള്ള കേന്ദ്ര സഹായവും അടങ്ങുന്ന വിശദമായ നിവേദനം അദ്ദേഹം പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു. അയൽ സംസ്ഥാനമായ കർണാടക കാവേരി നദിക്കു കുറുകെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മേഘേദാട്ടു ബാലൻസിംഗ് റിസർവോയർ പദ്ധതിക്ക് യാതൊരു കാരണവശാലും അനുമതി നൽകരുതെന്ന വിജയ് പ്രധാനമന്ത്രിയോട് ശക്തമായി ആവശ്യപ്പെട്ടു. ഈ പദ്ധതി തമിഴ്നാടിന് ലഭിക്കേണ്ട കാവേരി ജലവിഹിതത്തെ ദോഷകരമായി ബാധിക്കുമെന്നും കാവേരി ട്രിബ്യൂണൽ ചട്ടക്കൂടിന് കീഴിലുള്ള സംസ്ഥാനത്തിന്റെ ജലാവകാശം പൂർണ്ണമായി സംരക്ഷിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇതിനു പുറമെ തമിഴ്നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾക്കും നഗര അടിസ്ഥാന സൗകര്യ വികസനം, ഗതാഗതം, വ്യവസായ വിപുലീകരണം തുടങ്ങിയ വമ്പൻ പ്രൊജക്ടുകൾക്കും കേന്ദ്രത്തിന്റെ വേഗത്തിലുള്ള സാമ്പത്തിക ഭരണാനുമതികൾ അദ്ദേഹം തേടിയിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് പുറമെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ, ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരെയും വിവിധ സംസ്ഥാന പദ്ധതികൾക്ക് സാമ്പത്തിക പിന്തുണ തേടുന്നതിനായി വിജയ് സന്ദർശിച്ചിരുന്നു.